ഡിയേഴ്സ് അങ്ങനെ നമ്മൾ മൂന്നാർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പോയ സ്ഥലമാണ് ഇത്. എം കൊഫയുടെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നല്ല പ്രീമിയം ക്വാളിറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അകത്തോട്ടുള്ള കാര്യങ്ങൾ കാണാം. അകത്ത് കയറുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റാഫുകൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. മാനുഫാക്ചർ ചെയ്യണത് എങ്ങനെയാണ്, പ്രോസസ്സ് ചെയ്യണത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ട് നോക്കാമേ. ആ ഇതാണ് കൊക്കോ. ഇതിൻ്റെ ഉള്ളിൽ 20-30 സീഡ്സ് ആയിട്ട് വരുന്നുണ്ട്. ആ സീഡ്സിൽ നിന്നാണ് നമ്മൾ ചോക്ലേറ്റ് എല്ലാം ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആ സീഡ്സ് ഒരു ബാരലിൽ 7 ഡേയ്സ് ഫെർമെൻറ്റേഷൻ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇന്നർ പാർട്ട് എടുത്ത് ക്രഷ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ കൊക്കോ നിപ്സ് ആയിട്ട് കിട്ടും. ഇതിന് പറയുന്ന പേരാണ് കൊക്കോ നിപ്സ്. ഈ കൊക്കോ നിപ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 7 hours ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പേസ്റ്റ് പോലും കിട്ടും, കൊക്കോ പേസ്റ്റ്. ആ പേസ്റ്റാണ് 100% ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ നമ്മൾ ആ പേസ്റ്റിലേക്ക് സ്റ്റീവിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്, ഓർഗാനിക് സ്റ്റീവിയ. അത് നമ്മൾ 20% ആഡ് ചെയ്താണ് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാകും. സോ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ ഷുഗർ ഫ്രീ ആണ്, അത് നമ്മൾ സ്റ്റീവിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ആ പേസ്റ്റിലേക്ക് ഷുഗർ മിൽക്ക് ആഡ് ചെയ്താണ് ഈ കാണുന്ന മിൽക്ക് ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ടാകും. സോ മിൽക്ക് ചോക്ലേറ്റ്സ് വരുമ്പോൾ ഷുഗർ ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് വരുമ്പോൾ ഷുഗർ ഫ്രീ ആണ്. പിന്നെ നമ്മൾ ആ പേസ്റ്റിൽ നിന്ന് ഇപ്പോൾ ബട്ടർ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓർഗാനിക് സ്കിൻ മോയ്സ്ചറൈസറാണ്. ആദ്യം ഇപ്പോൾ ഇവരുടെ പ്രോസസ്സ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാമേ. ആദ്യം അവരൊരു കൊക്കോ എടുത്ത് കാണിച്ച് അതിനകത്ത് സീഡ്സ് ഉണ്ട്, എല്ലാവർക്കും അറിയാലോ. ആ സീഡ്സിൽ നിന്നാണ് ചോക്ലേറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കൊക്കോയിൽ നിന്ന് ഈ സീഡ്സ് വേർതിരിച്ച് മാറ്റിയിട്ട് അത് 7 ദിവസം ഫെർമെൻറ്റ് ചെയ്യും. ഈ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് ആ സീഡ്സ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് പിന്നീട് അത് റോസ്റ്റ് ചെയ്തെടുക്കും. അതിൻ്റെ ഇന്നർ പാർട്ട് പിന്നെ ക്രഷ് ചെയ്യും. അങ്ങനെ ക്രഷ് ചെയ്തെടുത്ത പാർട്ടിൻ്റെ പേര് കൊക്കോ നിംസ് എന്നാണ്. അതാണ് നമ്മളുടെ കയ്യിൽ ആദ്യം വെച്ച് തന്നത്. ഈ കൊക്കോ നിംസ് അവർ കണ്ടിന്യൂസ് ആയിട്ട് 7 hours പിന്നെയും ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ അതൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഈ പേസ്റ്റാണ് 100% ഡാർക്ക് ചോക്ലേറ്റ്. ആ പേസ്റ്റിൽ അവർ സ്റ്റീവിയ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് പ്ലാന്റ് ആഡ് ചെയ്യും. അതിൻ്റെ ഒരു 20% ലീഫ് അതിനകത്ത് ആഡ് ചെയ്യും ആ പേസ്റ്റിലോട്ട്. അങ്ങനെയാണ് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഈ സ്റ്റീവിയ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ സ്വീറ്റ് ഏജൻ്റ് ആണ്. അങ്ങനെ ഈ 20% ഈ സ്റ്റീവിയ ലീഫ് ആഡ് ചെയ്തിട്ടാണ് പിന്നീട് ഡാർക്ക് ചോക്ലേറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാലോ ഡാർക്ക് ചോക്ലേറ്റ് ഷുഗർ ഫ്രീ ആണ്. ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് മറ്റേ ലീവ്സ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഈ പേസ്റ്റിലോട്ട് ഷുഗറും മിൽക്കും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ബാക്കി മിൽക്ക് ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ടാക്കുന്നത്. ഈ മിൽക്ക് ചോക്ലേറ്റ്സ് വരുമ്പോൾ അതിൽ ഷുഗർ എന്തായാലും ഉണ്ടാവും, അറിയാലോ. പിന്നെ ആ പേസ്റ്റിൽ നിന്നും കൊക്കോ ബട്ടറൊക്കെ അവർ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതും ഒരു ഓർഗാനിക് സ്കിൻ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോക്ലേറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് അവർ ഉണ്ടാക്കുന്ന ആ യൂണിറ്റ് എല്ലാം നമ്മൾ കയറി കണ്ടായിരുന്നു. പിന്നെ എനിക്കിവിടെ കയറിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് സ്വീറ്റ് പർച്ചേസ് ചെയ്യണോ അതിൻ്റെയൊക്കെ സാമ്പിൾ അവർ തരും. എത്ര ചോദിച്ചാലും നമുക്ക് ആ സാമ്പിൾ തന്നുകൊണ്ടിരിക്കും. നമ്മൾ കഴിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമുക്ക് വാങ്ങിയാൽ മതി കേട്ടോ. അങ്ങനെ കഴിച്ച് ഇഷ്ടപ്പെട്ട് നോക്കിയതിന് ശേഷം ഞാനൊരു 2-3 ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ഇടാമേ, കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.